എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. ഇന്ന് നമുക്കൊരു അടിപൊളി ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കിയാലോ? തമിഴ്നാട്ടിലെല്ലാം ഹോട്ടലെല്ലാം ഉണ്ടാകുന്ന പോലത്തെ. അതിന് വേണ്ടത് ഒരു അരക്കപ്പ് തുവരം പരിപ്പും 1/4 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പും രണ്ടും കൂടി കഴുകി നമുക്ക് കുക്കറിലിട്ട് 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. നല്ലോണം വേണേ കഴുകിയെടുക്കട്ടെ. ഈ പരിപ്പെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലൊരു 4-5 വെളുത്തുള്ളിയും 2 ചെറിയ കഷ്ണം 1-2 ചെറിയ കഷ്ണം പെരുങ്കായവും ചേർത്ത് നമുക്ക് ഈ കുക്കർ മൂടി വെച്ചിട്ട് 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അതിന് പരിപ്പ് 1.5 കപ്പ് പരിപ്പായതും 3/4 കപ്പ് പരിപ്പിന് 1.5 കപ്പ് 2 കപ്പ് വെള്ളം ഒഴിക്കാം. നമുക്ക് മൂടിയിട്ട് ആവി വരട്ടെ, എന്നിട്ട് വിസിൽ വെക്കാം. ഞാൻ ഈ കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ അടുപ്പത്ത് തക്കാളിയും മുരിങ്ങയും കൂടി വേവിച്ചെടുക്കട്ടെ സാമ്പാറിനുള്ള. അതപ്പുറത്തുനിന്ന് പരിപ്പപ്പുറത്തുനിന്ന് വേകുന്നുണ്ട്, അപ്പോഴത്തേക്ക് ഇതും വേകട്ടെ. അത് ഒരു തക്കാളി, വലിയൊരു തക്കാളി മുറിച്ചിട്ടിട്ട് അതും ഒരു 2 മുരിങ്ങയും. അധികം കഷ്ണമൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണം ഇടാം. ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, അത് രണ്ടും കൂടിയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ആകുമ്പോഴത്തേക്ക് മറ്റേ കുക്കറിന് വിസിൽ വരുമ്പോൾ കുക്കറിന് ആവി വരുമ്പോൾ നമുക്ക് വിസിലും വെച്ച് കൊടുക്കാം. രണ്ടും കൂടി നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. മുരിങ്ങ നല്ലോണം വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇതിൽ ഉള്ളിയെല്ലാം വാട്ടിയെടുക്കാം. ഇതിന് വേണ്ടത് കാര്യമായിട്ട് എണ്ണ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഇനി ഏതെണ്ണയുള്ളതെന്ന് വെച്ചാലും നമുക്ക് ഒഴിക്കാം. പച്ചെണ്ണയായാലും നല്ലതാണ്. എള്ളെണ്ണയാണ് കുറച്ചുകൂടി നന്നാവുക. 1 ടേബിൾ സ്പൂൺ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം, 2 മുളക്, കുറച്ച് കറിവേപ്പില. നല്ലൊന്ന് പൊരിഞ്ഞ് പാകമായി വരുമ്പോൾ 1 കപ്പ് ചെറിയുള്ളി ചെറുതായി മുറിച്ചിട്ടതിട്ടിട്ട് നല്ലോണം വാട്ടി കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി, സാമ്പാർ പൊടി 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടി ഇത് ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചതാണ്. നമുക്ക് ഞാൻ ഒരിക്കലും ഇതിൻ്റെ റെസിപ്പി ഇടാം. ഇപ്പോൾ ഇത് നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി പുളി ഒഴിച്ചു കൊടുക്കണം. ഇത് വാടി നല്ലോണം മൂത്ത് വരണം. നല്ലോണം ആ സാമ്പാർ പൊടിൻ്റെ അകത്ത് നല്ലൊരു മണം വരികയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചതാണ്. അത് നിങ്ങൾക്ക് പുളി കൂട്ടണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഈ പുളി ഒഴിച്ച് അതിലുള്ള വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നാൽ നമുക്കിതിലേക്ക് ബാക്കി പരിപ്പ് ചേർത്ത് കൊടുക്കണം. പരിപ്പ് നല്ല വെന്ത പരിപ്പ് ഇറക്കി വെച്ചത് അതങ്ങനെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി ചേർക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച മുരിങ്ങയും തക്കാളിയും കൂടെ ഉള്ളത് അതും കൂടെ ചേർത്തിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് വെള്ളം വേണമെങ്കിൽ ഇപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഇത് നമ്മൾ ഇഡ്ഡലി ദോശക്കെല്ലാം കൂട്ടുന്ന സാമ്പാറായതുകൊണ്ട് കുറച്ച് വെള്ളത്തോടെ ഉള്ളതല്ലേ നല്ല. അപ്പം ഇപ്പോൾ ഒഴിക്കുമ്പോൾ എന്തായാലും ചൂടുവെള്ളമേ ഒഴിക്കാവും. നല്ല തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്
ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര വെള്ളം ആക്കണമെങ്കിലും ആക്കാം. കാരണം അത് അങ്ങനെയാണ് ഈ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ്. എത്രത്തോളം വെള്ളം കൂടുതലുണ്ടാകുന്ന അത്രത്തോളം നിന്ന് നല്ലൊന്ന് മിക്സായി ഒന്ന് തിളച്ച് വരട്ടെ. ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് അധികം വേണ്ട. കാരണം നമ്മൾ ഇത് ഇഡ്ഡലിക്കും ദോശക്കെല്ലാം കൂട്ടുന്നതുകൊണ്ട് അധികം എരിവില്ലാത്ത സാമ്പാറാണ് ഇതിങ്ങനെയാണ്. ഞാൻ പൊതുവേ തമിഴ്നാട്ടിലെല്ലാം ഹോട്ടലിലെല്ലാം ഉണ്ടാക്കുന്ന പോലെ ഇതിൽ നമ്മളെ കുമ്പളയില്ലേ, കുമ്പളം ഒരു കഷ്ണം ചേർത്ത് കൊടുക്കും. അത് ചേർത്ത് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ ചേർത്തത് മല്ലിയിലയാണേ. കുമ്പളം ഒരു കഷ്ണം പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടി ഇടും. അപ്പോൾ അതിനൊരു മധുരമല്ലേ, മധുരമുള്ള കുമ്പള അതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം കുറച്ചുകൂടി നല്ലൊരു സ്വീറ്റ്നെസ് വരും. അതിന് പകരം ഞാൻ ഇപ്പോൾ ഇതിൽ ചേർക്കുന്ന ഒരു ലേശം വെല്ലം, പൊടിച്ച വെല്ലത്തിൻ്റെത്, അതും കൂടി ചേർത്താൽ ഒരു ചെറിയൊരു മധുരം, നല്ല എല്ലാ എരിവെല്ലാം ബാലൻസ് ചെയ്ത് നല്ല ഉണ്ടാവും. അപ്പം ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് 1 ടീസ്പൂൺ നെയ്യ്. 1 ടീസ്പൂൺ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് കൂടുതൽ നെയ്യ് ഒഴിക്കാതെ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി എല്ലാം ഒന്ന് മിക്സായി ഒന്ന് തിള വരുമ്പോൾ നമുക്കിതിറക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത് നമ്മളെ വീട്ടിലെല്ലാം ഇത് വെച്ചാൽ ഒന്നേരം തന്നെ തീരുന്നൊരു സാധനം. മുരിങ്ങയാണ് ഏറ്റവും നല്ലത്. ഇതിൽ വഴുതനങ്ങ അത്യാവശ്യം വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് അങ്ങനെ എന്തും ചേർക്കാം. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും സേഫായിട്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.